ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് റെസിന് കൊണ്ട് പെൻഡൻറ്റ് ഉണ്ടാക്കിയാലോ. അത് നമ്മളെ നെയിമൊക്കെ എഴുതിയിട്ടുള്ളൊരു പെൻഡൻറ്റ്. അപ്പോൾ അതിന് ഞാനിവിടെ റെസിന് എടുത്തിട്ടുണ്ട്. റെസിന് 1 ഗ്രാമും പിന്നെ ഹാർഡ്നർ അരയും, അതായത് 2:1 എന്നുള്ള റേഷ്യോയിൽ റെസിനും ഹാർഡ്നറും ഇവിടെ ഒരു ചെറിയൊരു ബോക്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൗസ്, മാസ്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ. ഞാനിവിടെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല. അത് കണ്ടിട്ട് ഗ്ലൗസ് ഉപയോഗിക്കാണ്ടാക്കരുത്. ഗ്ലൗസും പിന്നെ മാസ്കും എന്തായാലും ഉപയോഗിച്ചിട്ടൊന്ന് ഇതാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ റെസിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് വെച്ചിട്ടല്ലാണ്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ റെസിനും ഹാർഡനും കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഞാൻ വൈറ്റ് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ റെസിൻ്റെ കളറൊന്നുമല്ല, സാധാ ഫാബ്രിക് പെയിൻറ്റ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിലാക്കണ്ട, ഞാനിതിവിടെ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണിക്കുന്നുണ്ടാകുന്ന സ്പീഡിൽ തന്നെ മെല്ലെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്, പെൻഡൻറ്റിൻ്റെ ബേസ്. അപ്പോൾ അടുത്തുള്ള 3 ഹൗസിലൊക്കെ ഇത് കിട്ടും. എന്നിട്ട് അതെടുത്തിട്ട് അതിൽ നമുക്ക് ഒരു തിൻ ലെയറായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള റെസിന് പെൻഡൻറ്റ് ബേസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള റെസിൻ ഞാൻ ഇതുപോലത്തെ ഒരു കീ ചെയിൻ മോൾഡ് എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റലേഷനൊക്കെ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഇത് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ടയായതിനു ശേഷം അതിൻ്റെ മേഖലയിൽ നമുക്ക് എന്നാണോ എഴുതേണ്ടത്, ഞാനിപ്പോൾ നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കാം. അത് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ ഇതിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതി കൊടുക്കാം. ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ഡെക്കറേഷൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് റെസിന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ 2:1 എന്നുള്ള റേഷ്യോയിൽ റെസിനും ഹാർഡ്നറും എടുത്തിട്ടുണ്ട്. റെസിന് 2ഉം പിന്നെ ഹാർഡ്നർ 1ഉം എന്നുള്ള റേഷ്യോയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇതിൽ നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ പോലത്തെ ഒരു സിൽവർ കളറിലെ റെസിനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇതിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയതാണ് കേട്ടോ ഈ റെസിന്. അപ്പോൾ അതിൽ തന്നെ കിട്ടിയതാണ്. ബിഗിനേഴ്സ് കിറ്റ്, കീ ചെയിൻ കിറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിന്. അപ്പോൾ അതിൽ തന്നെ കിട്ടിയതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കുറച്ച് അതിലിട്ടിട്ട് നമുക്ക് ഈ റെസിന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ റെസിൻ കുറച്ചും ഈ സിൽവർ കളറുള്ള സാധനം കുറച്ച് അധികം ആക്കിയിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് റെസിന് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സ് ചെയ്ത സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ആർക്ക് പോലെ വരച്ചു കൊടുക്കാം. ഇത് ആ ഒരു മോഡലാക്കുന്നുകൊണ്ടാണ് ഞാൻ വരച്ചു കൊടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ റെസിന് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു സിൽവർ കളറുള്ള ഇത് മാത്രം എടുത്തിട്ട് ഒന്ന് ആയി കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊന്ന് ആ ഒരു കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഷേപ്പിലാക്കിയെടുക്കാം. ഇത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം ഡ്രൈ ആവാൻ വെക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ നമുക്ക് ക്ലിയർ റെസിന് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ റെസിന് 2:1 എന്നുള്ള റേഷ്യോയിൽ ഈ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചധികം ഞാൻ റെസിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചും നമുക്ക് പെൻഡൻറ്റിന് ആവശ്യം ഉണ്ടാവില്ല. പെൻഡൻറ്റിന് മാത്രമാണെങ്കിൽ കുറച്ച് മതിയാവും. ഞാൻ വേറൊരു ആവശ്യത്തിനും കൂടിയിട്ടാണ് കുറച്ചധികം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട, ഒരു നോർമൽ സ്പീഡിൽ. ഞാൻ ഈ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല സ്പീഡിൽ മിക്സ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എയർ പൊല്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല മിക്സ് ചെയ്യാൻ പറയുന്നത്. ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പെൻഡൻറ്റിൻ്റെ മേലിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം, അത് ഫുള്ള് കവറാകുന്നത് വരെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഉണ്ടാവണം, മാസ്കും വേണം.
ഇതിവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇതിലായിരിക്കും ഉണ്ടാവാം. ഇനി നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അതല്ലേ നമ്മുടെ പെൻറ്റിൻ്റെ എത്ര വൃത്തിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ശരി, ബൈ ബൈ.